Hey guys, welcome back guys. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ബ്ലറിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവനെ വലിയ സൂചന കൂടില്ല, ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവും അവസ്ഥ എന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഒരു വേലൂരൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് നേരെ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അങ്ങനെ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, എവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല. സോ ഗൈസ്, അപ്പോൾ അവന്മാർ അവനും കുട്ടുമുണ്ട്, ഞാൻ മനസ്സിലുണ്ട്. അപ്പോൾ ഇനി നേരെ പോകണു, പൊളിക്കണം, ഒന്ന് പ്ലാൻ ആക്കണം, കേക്ക് കൊടുക്കണം, ഒന്ന് സെറ്റ് ആക്കണമെന്നുണ്ട്. സോ ഗൈസ്, അതാണ് ഇന്നത്തെ വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ടുഡേ. ഗൈസ്, ഇപ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട്. ഇതൊരു ഗിഫ്റ്റ്, പിന്നെ ഒരു പോപ്പർ എടുത്തിട്ടുണ്ട്. ഇത് അവന് എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഗിഫ്റ്റ് ഒന്നും പ്ലാൻ ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ ഈ വണ്ടിയാണ് നോക്കിയത്, പിന്നെ അത് ബഡ്ജറ്റിലൊന്നും കാത്തുണ്ട്. കിച്ചൺ സെറ്റ് വാങ്ങണം. ഹോട്ടൽസ് നോട്ടെ, എവിടെ ഇതാ, ഇത് താറല്ല എവിടെ? അതെത്രയാ? ഇതിന് സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഡോർ തുറക്കില്ല. ബോയ്സ് ഒന്ന് ആലോചിച്ചിട്ട് എന്താ വേണ്ടെന്ന് നോട്ടെ. ഇതെടുക്കണ മുടിച്ചിരിക്കാൻ അവൻ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ പോണതല്ല. എല്ലാ ശനിയാഴ്ച പോണേക്കാളും ബെറ്റർ. നോട്ടെ സമയമില്ല. അപ്പോൾ നമ്മള് ഗിഫ്റ്റ് പാക്ക് ചെയ്തു, പേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അവിടെ പരിപാടിക്ക് പോവുക. പരിപാടി എന്താവുന്ന അടിച്ചു പൊളിക്കുക, അവനെ സന്തോഷിപ്പിക്കുക. എന്നിട്ട് എന്താവുന്ന അറിയില്ല, സർപ്രൈസ് നമ്മൾ ചെറിയ പ്ലാൻ നടത്തിയിട്ടുണ്ട്. എന്താ ഏത് പ്ലാനും നടക്കാറില്ല. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. ബ്ലറ് ഹായ് പറയൂ. ബ്ലറിന്റെ ബർത്ത്ഡേ എല്ലാവരും കമന്റിൽ ഹാപ്പി ബർത്ത്ഡേ ക്യാമറ ഒന്ന് തിരിച്ചതാ. ഭാര്യയിലൊന്നും കുടിക്കും പോവാ പോട്ടെ. അപ്പൊ കാര്യങ്ങളൊന്നും സെറ്റ് ആകട്ടെ. എന്തത് ഇവിടെ സമർപ്പിക്കാൻ കുട്ട് പറഞ്ഞിട്ട് കയറി കാട്ടെ. അപ്പൊ ഇതെന്തത്, ഇതെന്താ കടക്കോഴിയത്? ഗൈസ്, കുട്ടുണ്ട് ഇവിടെ. ഗൈസ്, നമ്മൾ അവനെ നൈസായിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അവനെ സംശയം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. ഇപ്പം അവനെ നേരെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്ലാൻ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിരിക്കുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എല്ലാവരും പോയി എന്നാണ് അവൻ വിചാരിച്ചേക്കണേ. അപ്പം നേരെ അവൻ്റെ വീട്ടിൽ പോകണു. ഡോറുമ്പോൾ കൊട്ടി എന്തെങ്കിലും ചെയ്തിട്ട് അവൻ വരുന്ന രീതിക്ക് അവൻ്റെ ചാനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ വരുന്നു. ചെക്കൻ ഇനി ഇവൻ വരില്ലേ, അവൻ എന്തോ കഴിച്ച കാരണം പോയേക്കാന്ന് അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. ആൾസ്ഥനെ കുറച്ച് വൈറ്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതാണ് കുറച്ച് ലാഗ് ആവണേ. അപ്പൊ സമയം ശരിക്കും ഇന്നലെ 12 മണിക്കാണ് നമ്മൾ ഒട്ടിക്കണ്ടേ. പക്ഷെ നമ്മള് ഇന്ന് 12 മണി ആവാറായി. ആയിട്ടില്ല. അത് കുഴപ്പമില്ല. അപ്പൊ ഇനി അവിടെ പോയിട്ട് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം. നമ്മുടെ ഫ്ലാഷ് അടിച്ചിരിക്കണത് കാണും. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിർബന്ധമില്ല, എന്നിട്ട് കൂതാണെങ്കിൽ എടുത്താ മതി. സർപ്രൈസ് ആയാ നീ? സത്യം പറഞ്ഞ ക്ലൂ അടിച്ചാ? എന്ത് പുറത്താക്കിയത് വീട്ടിൽ നിന്ന് നിന്നെ നീ എന്നെ പുറത്താക്കി വിചാരിച്ചോ? കത്തിണ്ട് ഞാൻ ലൈറ്റർ ഉണ്ടാ? ലൈറ്റർ ഞാൻ എടുത്തോണ്ടിരുന്നേ. ഞാൻ എടുക്കണം വിചാരിച്ചതാ. മുറുക്കി ഹാപ്പി ബർത്ത്ഡേ ബ്ലർ എന്ന് എഴുതാൻ പറഞ്ഞില്ല. BLRRR നാട്ടത് കത്തിച്ചുണ്ടെന്ന് ഒരു സങ്കല്പം കാണിക്കാം. ഞാൻ ആനിമേഷൻ ഇടാം. ഇതായിരിക്കും പെട്ടി കാണിക്കേ. പെട്ടി കാണിച്ചാൽ എന്റെ സ്റ്റിക്ക് ഉണ്ട്. പെട്ടി കാണിക്കേ. പെട്ടി കാണിക്കേ. ഏത് പെട്ടി? തീപ്പെട്ടിയുടെ പെട്ടി കാണിക്കേ. വെറുതെ കാണിച്ചേ.
നമ്മളെ കൊടുത്താൽ മതിട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉള്ളിലാക്കി നമ്മളെ വിളിക്കുമ്പോ ഞാൻ ഞാൻ അടിക്കാം സൗണ്ട് ശബ്ദം ഉണ്ടാക്കണ അപ്പൊ അവര് വരും. അറിയിട്ട് നിന്റെ ബർത്ത്ഡേ നമ്മൾ ഒരു ഡയലോഗ് അടിക്കും. വെച്ചോർക്കോട്ടോ ചക്ക കുളി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. തേച്ചോ ഞാൻ കൊടുക്കും ഞാൻ 3 ആയാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അറിയാം. 3 ആയാ 3 പേർക്ക്. ഇത് 1 2 3 താമര ഒന്നാ 50,000 എന്താ ഇതിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? പറയാല്ല, സന്തോഷം മാത്രല്ല. കൊടുത്തതിന്റെ പൈസയാണോ? ഇവനെന്താ കല്യാണ കവർന്നിട്ട് കൊടുക്കാൻ അവൻ തിരിഞ്ഞു നോക്കി കണ്ണടക്കി ഇങ്ങോട്ട് നീ ഇതാദ്യം പറഞ്ഞ സർപ്രൈസ് ആയ ഇനി കണ്ണുപൊത്ത് കൊടുത്തത് കണ്ണടക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കറക്കിയ വീട്ടിൽ ചെക്കപ്പ് ഇറങ്ങി ഉറങ്ങാണ്. അപ്പൊ എങ്ങനെയുണ്ടോ ഗിഫ്റ്റ്? ഒരെണ്ണൂടി ഉണ്ട്. ഇതാണ് യഥാർത്ഥ ഗിഫ്റ്റ്. തക്കാമക്കാണ് കുട്ടു പറഞ്ഞത്. സൂപ്പർ മക്ക സൂപ്പർ. കുലുക്കി വെക്ക്. മിഠായി പപ്സ് മത്തങ്ങ തണ്ണിമത്തൻ. മോനെ ഞാൻ ആക്ച്വലി ഇത് ഞാനിത് മേടിക്കുന്ന സാധനമാണ്. പുക പോവും, ഐസ് വീടും. അവനെ തുറക്കണ്ടേ? അവൻ തുറക്കട്ടെ, അവൻ വിളിക്കട്ടെ. അവൻ പൊട്ടിക്കില്ല. ഇതെടുത്താ മതി. വലിച്ചെടുത്താ മതി. ഡോറ് തുറന്നിട്ടാ വരണേ. ബാക്ക് ഡോർ തുറക്കോ? സാധനം ഇങ്ങനെ ഉരുട്ടി വിട്ടാ പോകുന്ന അവനുറ്റാൻ കൊടുക്ക. റോട്ടിൽ കൊടുത്തേ അവിടേക്ക് ലൈറ്റ് വന്നു. ഉരുട്ട് നിന്റെ ശബ്ദം കേട്ടിട്ട് അവിടെ അല്ലടാ റോഡിൽ പോവില്ല സാധനം. അത് അങ്ങനെയല്ല, റിവേഴ്സ് വലിച്ചിട്. ആ റോഡായോണ്ടാ. അതല്ല, അവിടേക്ക് പോ, അങ്ങോട്ട് പോ. ഇതില് പോവില്ല. ടൈല പോള അപ്പൊ ഓക്കെ. വൈൻ്റെ പേട്ടെ ഒഴിച്ചിട്ട്. ഇതാണ് നമ്മളപ്പ പെട്ടിയില് കണ്ടത്. ഇതിനൊക്കെ ഒരു സ്റ്റോറി ഉണ്ട്, ബാക്ക് സ്റ്റോറി. അതൊന്നും ഈ വ്ളോഗ് വരുമ്പോ കാണണോ ഇപ്പൊ പറയണോ? കേക്ക് സെറ്റ് ആക്കിയതൊക്കെ എപ്പോഴാന്ന് വെച്ചിട്ടാ ഇത് സെറ്റ് ആക്കി നമ്മളവിടെ കടയില്. ശരിക്കും ഇതാണ് പ്രൈസ്.
ഇതൊക്കെ അവിടെ വെച്ചേ. കുറച്ച് ബ്ലാക്ക് ഒക്കെ ആയിരുന്നു. ബ്ലാക്ക് വേറെ ഇല്ല, വേറെ ഒന്നും കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, ഞാൻ ഇതെല്ലാം ആദ്യം വാങ്ങാൻ വിചാരിച്ചത്. ആദ്യം പറ്റിയ സാധനല്ലേ ഒരു കരടിയുണ്ട്. അങ്ങനെ തട്ടന്റെ പ്രേമലൂരുള്ളത്. ലൈറ്റ് ആംബിയൻസ്, നിനക്ക് വളരെ ലൈറ്റ് ആംബിയൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? അവനോട് ചോദിച്ചു നീ അതിന് ഒക്കെ അവിടെ വേസ്റ്റിലിട്ട്. ചക്കയാണ് താമര, താമരാണ് ചക്ക. അവിടെ വെച്ചാ പൂല പൂല കേട്ടോ. എന്തോ പറയണേ, വീഡിയോ ആണ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാണ്ട. ഒന്നും പറയാൻ ഇത് സൗണ്ട് തന്നെ ചോദിക്കാണ്ടോ? ഇത് കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പ്ലാൻ ചെയ്ത. എന്ത് ഇത് ഇവന്റെ ബാക്ക് സ്റ്റോറി പറയട്ടെ ഇവന്റെ കാര്യം. ഗൈസ് ബാക്ക് സ്റ്റോറി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ തീരും, 2-30 സെക്കൻഡ് ഉള്ളു. ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയത് ഒരു പുഷ് ഉണ്ട് എന്റെ. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അടുത്ത പുറത്തിറക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ ഞാൻ നീ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ഒരു പ്രേമകഥ, സലീം അടിച്ചു വാരണതൊക്കെ. അതില് പറയുന്നുണ്ട് നമ്മള് മോനെ വേണ്ടിട്ടേ നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കണം. നിങ്ങളുടെ മോറൽ ഇഷ്ടം കൊണ്ടാണ് പാതിരാത്രിക്ക് ബർത്ത്ഡേ കേക്ക് ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ആശയിലുള്ള ബർമാരെ ഇട്ടാ മതി. കഴിഞ്ഞ വർഷം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടാ. കഴിഞ്ഞ വർഷം വ്ളോഗ് നവംബർ ടൈമിലാണ് വ്ളോഗ് തുടങ്ങിയത്. പറഞ്ഞു വന്നത് പറഞ്ഞോ ഇവനാണ് എനിക്ക് ഇതിന് ബാക്ക് പുഷ്. പക്ഷെ വ്ളോഗിലൊന്നും വരില്ല. ഇതാണ് മറ്റേ ഇപ്പൊ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി പോവാ പോവാ. ഗുഡ് നൈറ്റ്. അപ്പൊ ഓക്കെ അല്ലേ? ശുഭരാത്രി ശുഭ ബ്ലറിന് എന്തെങ്കിലും പറയണ്ട. ഒന്നും പറയാം. അവന് താങ്ക്സ് ഗിവിംഗ് പറയണോ? അല്ലല്ലേ ഇവൻ ഷൈ ആയുണ്ട്. അതിന് വ്ളോഗിൽ വരാത്ത ക്ലോസ് ചെയ്യാം. അതിന്റെ ബ്ലർ സെന്ററിൽ ഇവനാ സെന്ററിൽ ഇങ്ങനെ നിർത്തി ഇങ്ങനെ തുള്ളിക്കുന്നു. ഇപ്പൊ തീരെ ഇങ്ങോട്ട് നിന്ന് നിങ്ങൾ തുടങ്ങാൻ നിന്നെ കിട്ടുമോ അറിയില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നില്ല. കുറുക്കന്മാരുടെ സോ ഗൈസ്, അത്ര വീഡിയോ. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. പിന്നെ ബ്ലറിന് എല്ലാവരും ബർത്ത്ഡേ വിഷ് കമന്റ് ചെയ്യും. ആ കൂടി വരുന്ന 2 കമന്റ് ഇവന്റ് അവന്റ്. സോ ഗൈസ്, അത്ര വീഡിയോ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.